മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ സ്മൃതി സ്മൃതി ഇറാനിയല്ല, സ്മൃതി എന്ന് പറയുന്നത് മനുസ്മൃതി എന്നുള്ള ഗ്രന്ഥങ്ങളൊക്കെ അത് എവിടെയാ വരിക എന്ന് ഇന്നലെ ഒരാളെന്നോട് ചോദിച്ചിരുന്നു. അയാളത് ചോദിക്കാൻ കാരണം ഞാൻ ഇന്നലെ എൻ്റെ പഴയ ലാബറട്ടറിയിൽ നിന്ന് വരുന്ന വഴിക്ക് വളരെ തടിയൻ ബുള്ളറ്റ് ബൈക്കിൽ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാ പറഞ്ഞു, സാറിൻ്റെ മെസ്സേജുകൾ വാട്സപ്പിൽ ഇങ്ങനെ ലോകം മുഴുവൻ അടിച്ച് തെറിച്ച് കലങ്ങുന്നുണ്ട് സാറേ, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ താങ്ക് യു പറഞ്ഞു. ഞാനിപ്പോ മനുസ്മൃതിയും MA ബേബിയും എന്നുള്ള വാട്സപ്പിലെ മെസ്സേജ് ഇപ്പൊ കേട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ നന്നായി, അത് ഇത്തിരി ഷാർപ്പായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, എന്ത് തോന്നിയെന്ന് വെറുതെ ചോദിച്ചു. സാറേ സത്യം പറയുമ്പോഴത്തേക്കും ഷാർപ്പായിരിക്കും സാറേ, സത്യം ബ്രൂയാത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നയാൾ പറഞ്ഞു. എന്നിട്ട് അയാളൊരു വരി കൂടി പറഞ്ഞു, ഈ മനുസ്മൃതിയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണയുണ്ട്, അത് എന്താന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് ചെറുതായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു 4-5 ദിവസം മുമ്പ് കൽപ്പശാസ്ത്രം എന്നൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കേട്ടിട്ടുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. കൽപ്പശാസ്ത്രത്തില് 4 ഭാഗമുണ്ടെന്ന് ഇന്നലെ ഞാൻ ആവർത്തിക്കുകയും ചെയ്തു. യാഗകർമ്മങ്ങൾ ചെയ്യുന്ന ശ്രൗതസൂത്രം അല്ലെങ്കിൽ ശ്രൗതശാസ്ത്രം, ഒരു ഗൃഹസ്ഥൻ ആചരിക്കേണ്ട ഗൃഹ്യശാസ്ത്രം, ഒരു രാഷ്ട്രഭരണം നടത്തേണ്ട ധർമ്മശാസ്ത്രം, മരണവുമായി ബന്ധപ്പെട്ട പിതൃമേധശാസ്ത്രം, പിതൃമേധസൂത്രം, പിന്നെ വേണമെങ്കിൽ ശ്രൗതസൂത്രത്തിന്റെ ഭാഗമായിട്ട് ശുൽപസൂത്രം എന്ന 5ാമത്തെ ഭാഗവും എടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇതില് ഒരു രാഷ്ട്രഭരണം നടത്തേണ്ട ധർമ്മശാസ്ത്രം, ഈ ധർമ്മശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എല്ലാ രാജ്യവും ഒരേപോലെ ഭരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥയും രീതിയുമല്ല മധ്യപ്രദേശിലുള്ളത്, അവിടുത്തെ സിസ്റ്റം അല്ല മരുഭൂമികളുള്ള രാജസ്ഥാനിലുള്ളത്, ഇവിടെ ഉള്ളതുപോലെയല്ല നേപ്പാൾ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് നേപ്പാളിലുള്ളത്. കാശ്മീരിലെ സിറ്റുവേഷൻ വേറെയാണ്, നേപ്പാളിലെ സിറ്റുവേഷൻ വേറെയാണ്. ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലെയും കേരളത്തിലെയും ബംഗാളിലെയും ഓരോ ഭാഗത്തിനെയും സിറ്റുവേഷൻ വേറെയാണ്. ജനങ്ങളുടെ രീതിയും ഭക്ഷ്യവിഭവങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. അവിടെയുള്ള മലകളും നദികളും അവിടെയുള്ള ഭൂപ്രദേശവും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രം ഭരിക്കേണ്ട രീതി അതാത് നാട്ടിലുള്ള ഋഷി തുല്യരായവരെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അമേരിക്ക ഭരിക്കുന്ന മാതിരി അല്ല ഇംഗ്ലണ്ട് ഭരിക്കുക. ഇംഗ്ലണ്ട് ഭരിക്കുന്ന മാതിരി ആവണമെന്നില്ല ജർമ്മനിയും ജപ്പാനും കൊറിയയും ചൈനയും ശ്രീലങ്കയും മൊറീഷ്യസും ഇന്ത്യയും ഒക്കെ ഭരിക്കുക. നിയമങ്ങൾ വ്യത്യാസം ഉണ്ടാവും, ഒരേ നിയമമല്ല എല്ലാ സ്ഥലത്തും. ഒരു രാഷ്ട്രഭാരം നടത്തുന്നതിന് കേരളത്തിലെ പരശുരാമക്ഷേത്രം അത് കേരളം, രാമക്ഷേത്രം അത് തമിഴ്നാടും, ഭാസ്കര ക്ഷേത്രം അത് കർണാടക, ശ്രീനിവാസ ക്ഷേത്രം അത് ആന്ധ്രാപ്രദേശ്, ജഗന്നാഥ ക്ഷേത്രം അത് ഒറീസ, ബംഗദേശം ബംഗാക്ഷേത്രം അത് ബംഗാൾ, ഇങ്ങനെ ഓരോ രാജ്യം പോലെയാണ്. സ്റ്റേറ്റിന് രാജ്യം എന്നാ സംസ്കൃതത്തിൽ പറയാം. അവിടെയൊക്കെയുള്ള നിയമാവലികൾ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള നിയമാവലികളല്ല ഇപ്പോൾ ഉള്ള നിയമാവലികൾ. നിയമാവലികൾ മാറിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ഗ്രന്ഥം ധർമ്മശാസ്ത്രം എന്നറിയപ്പെടുന്നു. ഈ കൽപ്പശാസ്ത്രത്തിലെ ധർമ്മശാസ്ത്രം രാഷ്ട്രഭരണത്തിനുള്ളതാണ്. അത് അനാദികാലം ഒരേപോലെ ഇരിക്കുന്നതല്ല, മാറിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അതിനെ സ്മൃതി എന്നും പറയും. സ്മൃതികൾക്ക് മാറ്റമുണ്ട്. ധർമ്മശാസ്ത്രത്തിന്റെ വേറൊരു പേരാണ് സ്മൃതി എന്ന് പറയുന്നത്. ശ്രുതി എന്ന് പറയുന്നത് വേദമാണ്, അതിന് മാറ്റമില്ല, അത് പെർമനന്റാണ്. ശ്രുതി പരമമായ സത്യമാണ്.
ഭൂമി ഗോളാകൃതിയാണ്. അത് പരമമായ സത്യമാണ്. അതേസമയത്ത് ഇൻകം ടാക്സ് 10%, 20%, 30% ആണ്. അതിന് മാറ്റം ഉണ്ടാവും. ഇൻകം ടാക്സിന്റെ ബേസിന് മാറ്റം ഉണ്ടാവും, വെഹിക്കിൾ ടാക്സിന് മാറ്റം ഉണ്ടാവും, റോഡ് ടാക്സിന് മാറ്റം ഉണ്ടാവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതിക്ക് മാറ്റം ഉണ്ടാവും. മുക്കുവന്മാര് ഭക്ഷണം കഴിക്കുന്ന മാതിരി ആവില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരി ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ആവണമെന്നില്ല ചാലയിലെ ഹെഡ് ലോഡ് വർക്കേഴ്സ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിന്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും, ടാക്സുകളിൽ വ്യത്യാസം ഉണ്ടാവും, ഭരണരീതിയിൽ വ്യത്യാസം ഉണ്ടാവും, നിയമാവലിയിൽ വ്യത്യാസം ഉണ്ടാവും. അതെല്ലാം സ്മൃതികളാണ്. അപ്പൊ സ്മൃതി എന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ധർമ്മശാസ്ത്രം എത്രയുണ്ടോ അത്രയും സ്മൃതികളുണ്ട്. വിഷ്ണു സ്മൃതി തന്നെയാണ് വിഷ്ണു ധർമ്മശാസ്ത്രം. മാനവധർമ്മശാസ്ത്രം ഇതിനെയാണ് മനുസ്മൃതി എന്ന് പറയാം. നാരായണ ധർമ്മശാസ്ത്രമാണ് നാരായണ സ്മൃതിയാവുന്നത്. യജ്ഞവൽക്യ സ്മൃതി ആണ് യജ്ഞവൽക്യ ധർമ്മശാസ്ത്രമാവുന്നത്. കാത്യായന ധർമ്മശാസ്ത്രം കാത്യായന സ്മൃതി, ആപസ്തംഭ ധർമ്മശാസ്ത്രം ആപസ്തംഭ സ്മൃതി, ബൗദ്ധായന ധർമ്മശാസ്ത്രം ബൗദ്ധായന സ്മൃതി. ഇപ്പൊ ശരിക്കും സ്മൃതി എന്ന വാക്ക് കേട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് മനുസ്മൃതിയാണ്. അതിലെ ഒരു വരിയാണ് പലപ്പോഴും പലരും തെറ്റായിട്ട് പറയുന്നത്. പക്ഷേ ഒരു സമൂഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ 2400, 2500 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നതാണ് സ്മൃതികളിലെല്ലാം പറയുന്നത്. അത് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതിന് പിന്നീടും സ്മൃതി എന്ന് വെച്ചാൽ ഓർമ്മയിൽ നിലനിർത്തേണ്ടത് മാറ്റമുള്ളതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു. മനുസ്മൃതി എഴുതിയതിന് ശേഷം അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ശരിക്കും വസിഷ്ഠ സ്മൃതിയുണ്ട്. വസിഷ്ഠ സ്മൃതിയിൽ കുറവുകളുണ്ടെങ്കിൽ വ്യാസസ്മൃതിയുണ്ട്, ഗാർഗ്യസ്മൃതിയുണ്ട്, വൃദ്ധഗാർഗ്യസ്മൃതിയുണ്ട്, ബൃഹസ്പതി സ്മൃതിയുണ്ട്, കാത്യായന സ്മൃതിയുണ്ട്, ബൗദ്ധായന സ്മൃതിയുണ്ട്. അപ്പോ ധാരാളം സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. ഈ സ്മൃതി ഗ്രന്ഥങ്ങൾ ഭാരതത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും ഒരേപോലെ ആപ്ലിക്കബിൾ അല്ല. ആ സ്മൃതി ഗ്രന്ഥങ്ങൾ തെറ്റിച്ചാൽ രാജാവിന്റെ ഭാഗത്ത് നിന്ന് ഭരണ സാരഥ്യം വലിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ശിക്ഷ ഉണ്ടാവും. അത് ഗവൺമെന്റുമായിട്ടുള്ള നിയമങ്ങൾ തെറ്റിച്ചാൽ. അല്ലാതെ ഇപ്പോ സ്മൃതിയിൽ പറയുന്ന ചില കാര്യങ്ങൾ വീട്ടിനകത്ത് ചെയ്യുന്നതും നാട്ടിൽ ചെയ്യുന്നതും ഒക്കെ തെറ്റിച്ചാലൊന്നും അതിന് ശിക്ഷയൊന്നും ഉണ്ടാവില്ല. അത് ആത്മീയതയുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. അത് ഇപ്പോ റോഡിലൂടെ നടക്കുമ്പോഴത്തേക്കും സൈഡ് ചേർന്ന് നടക്കണം എന്ന് പറയുന്ന മാതിരിയാണ്. അതുപോലെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ട് വേണം. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതെ അപ്പുറത്തേക്ക് കടന്നാൽ എന്ത് സംഭവിക്കും? അപ്പൊ സംഭവിക്കുന്നത് അനുഭവിച്ചൂടാ. അങ്ങനെയാണ് സ്മൃതികൾ വരിക. അല്ലാണ്ട് സ്മൃതികൾ അനുസരിച്ചിട്ടേ ജീവിക്കാവൂ എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ സ്മൃതി എന്ന് പറയുന്നത്. ഓർമ്മിക്കേണ്ടതാണ്, ഓർമ്മിച്ചില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവും. ഓർമ്മിക്കേണ്ടതായതുകൊണ്ടാണ് അതിനെ സ്മൃതി എന്ന് പറയുന്നതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നോർത്ത് കേരളയിലെ സ്മൃതി ആപ്ലിക്കേഷൻ ആവണമെന്നില്ല സൗത്ത് കേരളയില്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയും അതുപോലെ തിരുനക്കര അമ്പലത്തിലെ പൂജാരിയും ഗുരുവായൂർ അമ്പലത്തിലെ പൂജാരിയും അവരുടെ ആചാരങ്ങൾ ഒരേപോലെയല്ല, വ്യത്യാസമുണ്ട്. അത് സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണ്. അതിൽ രണ്ടെണ്ണം ആചാരം എന്ന് പറയുന്നത് സ്മൃതിയിൽ വരും, ചടങ്ങുകൾ എന്നുള്ളതും ചിലപ്പോൾ സ്മൃതിയിൽ വരും. ചടങ്ങുകൾ ആചാരങ്ങളല്ല, പ്രൊസീഡൻസ്. ചിലപ്പോൾ ചിലര് ചടങ്ങുകൾ ഉഷപൂജ കഴിഞ്ഞിട്ടായിരിക്കും ഉച്ചപൂജ. ചില അമ്പലത്തിൽ ഉച്ചപൂജ ഉണ്ടാവില്ല, അത് ചടങ്ങുകളാണ്. ഇപ്പൊ ചില ചടങ്ങുകളുണ്ടെന്ന് നമ്മൾ പറയില്ലേ, ചടങ്ങുകൾ ആചാരങ്ങളല്ല. ആചാരങ്ങൾ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ്, ചടങ്ങുകൾ കാലക്രമത്തിൽ ഉണ്ടായതാണ്. ഏതൊക്കെയോ വീട്ടിൽ ആരൊക്കെയോ ഉണ്ടാക്കി അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. ഉദാഹരണമായിട്ട് വിഷുക്കണി നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നവര് പണ്ടത്തെ കാലത്ത് കാട്ടിലുള്ളവരൊക്കെ അല്ലെങ്കിൽ വയലിൽ പണിയെടുക്കുന്നവരൊക്കെ ഏത്തക്കൊല കൊണ്ടുവരുന്നതുണ്ട്. അത് ആചാരമല്ല, അത് ചടങ്ങാണ്. ഒരു പുസ്തകത്തിലും അത് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഓണത്തിന്റെ അന്ന് കുടിയാന്മാർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് ചടങ്ങാണ്, ആചാരമല്ല. അവർക്ക് ഓരോ ഓണപ്പുടവ കൊടുക്കുന്നത് ചടങ്ങാണ്, ആചാരമല്ല. അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വർഷത്തിലൊരിക്കൽ ഓരോ കാര്യങ്ങളും അവരുടെ വീട്ടിലുണ്ടായത് തരുന്നുണ്ടെങ്കിൽ ചടങ്ങാണ്,
അവർക്ക് അതിനേക്കാൾ ഇരട്ടി പൈസ അങ്ങോട്ട് കൊടുക്കുന്നത് ചടങ്ങാണ്. വിഷുക്കൈ നീട്ടം കൊടുക്കുന്നത് ആചാരമല്ല, ചടങ്ങാണ്. പിതൃകർമ്മം നടത്തുന്നത് ആചാരമാണ്, ചടങ്ങല്ല. പിതൃകർമ്മം നടത്തുന്നത് ആചാരമാണ്. നാമകരണം, അന്നപ്രാശനം, വിവാഹം, ഗൃഹപ്രവേശം, ഇതെല്ലാം ആചാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സ്മൃതി എന്ന് പറയുന്നതിൽ ധാരാളം ആചാരങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്. അങ്ങനെ ഒരു സ്മൃതിയാണ് മനുസ്മൃതി. മനുസ്മൃതി വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ എടുത്ത് പറയാം, നമ്മൾ ഷോക്കടിച്ചു പോകും. ഒരു രാഷ്ട്രം ഭരിക്കേണ്ടത് എത്ര ഗംഭീരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അതിനകത്ത് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന 1-2-3 കാര്യങ്ങളുണ്ടാവും. ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമല്ലാത്തതുണ്ടാവും. ഏതായാലും ഇന്നിവിടെ നടക്കുന്ന മാതിരി കൊലപാതകമൊന്നും അന്ന് നടന്നിട്ടില്ല. ജിഷയെ സെക്ഷുവലായിട്ട് ഹരാസ് ചെയ്തതും ഇപ്പോഴും കർണാടകയിലും അതുപോലെ തന്നെ ഡൽഹിയിലും കേരളത്തിൽ പോലും നടക്കുന്ന രീതിയിലുള്ള ലൈംഗിക കൊലപാതകങ്ങൾ അതൊന്നും സ്മൃതി എഴുതിയ കാലത്ത് ഉണ്ടായിട്ടില്ല. ചിലര് പറയാറുണ്ട് ജാതി സമ്പ്രദായത്തിന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ എത്ര മോശമാണെന്ന്. ഒരു സംശയവുമില്ല, മനുഷ്യനെ തൊട്ടുകൂടാ എന്ന് തീണ്ടിക്കൂടാ എന്ന് പറയുന്നത് ഏറ്റവും മോശമാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു വരി പറയുകയല്ല, എന്നാലും അതിനെ വിമർശിക്കുന്നവർ തന്നെ അറിയണം, ശക്തമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴും ഈ ആഫ്രിക്കയിൽ നിന്ന് ഈ കറുത്ത വർഗക്കാരെ അടിമകളായിട്ട് അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കൊണ്ടുപോയിട്ട് ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ രാജാക്കന്മാരും ക്രിസ്ത്യാനികളും കാട്ടിക്കൂടിയ നീചവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള കൊലപാതകവും കയ്യിലും കാലിലും ചങ്ങലയിട്ട് ചെയ്തു കൂട്ടിയതൊന്നും ഇവിടത്തെ സവർണരും അവർണരും ചെയ്തിട്ടില്ല. ഒരു 100 പ്രാവശ്യം എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ജാതി വ്യവസ്ഥയെ വിവരിക്കുന്നവര്, ജാതി വ്യവസ്ഥക്കെതിരെ പറയുന്നവര് നിർബന്ധമായിട്ടും അത് പറയണം. ഒരു സംശയമില്ല. ഇനി അങ്ങനെ വരണം ഒരു കാരണവശാലും ആവർത്തിക്കാനും പാടില്ല. പക്ഷേ ഇസ്ലാം ഭരണത്തിൽ മുഹമ്മദ് നബി യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തടവുകാരോട് നബി കാണിച്ച ക്രൂരത ചങ്ങലക്കിട്ട് കിടത്തിയിരിക്കുന്നതാണ്. അതൊക്കെ വായിച്ച ചങ്കിടിക്കും ശരിക്കും. ഇസ്ലാം മതം അടിമകളോട് പെരുമാറിയതിനെ കുറിച്ച് മുഴുവനും ഖുറാനിലുണ്ട്. സ്ത്രീകളെ അടിമകളാക്കുന്നതിന്, സെക്ഷുവലായിട്ട് അടിമകളായിട്ട് നിലനിർത്തുന്നത് ഇസ്ലാം മതത്തിൽ ഖുറാനിൽ പറയുന്നത് പോലെ. ഞാൻ ഖുറാനിൽ പറയുന്ന പോലെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ മുസ്ലിങ്ങൾക്ക് വികാരം കൊള്ളും. അവർ പറയും താൻ പോയിട്ട് ശരിക്കുള്ള ഖുറാൻ വായിക്കാൻ. ഇവിടെ ശരിക്കുള്ള ഖുറാനും ശരിക്കും അല്ലാത്ത ഖുറാനും 2 എണ്ണം ഉണ്ടെന്നുള്ള തോന്നുന്ന രീതിയിലാണ് അവർ പറയുന്നത്. ആരെങ്കിലും എഴുതിയ ഖുറാൻ വായിച്ചാൽ പോരാ, ശരിക്കുള്ള ഖുറാൻ വായിക്കണം. അപ്പൊ ആരെങ്കിലുമൊക്കെ ഖുറാൻ എഴുതാറുണ്ടോ? അതേപോലെ ശരിക്കുള്ള ബൈബിള് വായിക്കാനാണ് കുറേ ക്രിസ്ത്യാനികൾ പറയുക. അപ്പൊ ശരിക്കില്ലാത്ത ബൈബിളുണ്ടോ? അങ്ങനെ 2-3 തരത്തിലുള്ള ബൈബിളുണ്ടോ? ഒറിജിനൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രീ പബ്ലിക്കേഷൻ ഇതോടുകൂടി കൊടുത്തിരിക്കുന്ന ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതുപോലെ തന്നെ അടിമകളെ കുറിച്ച് പറയുന്ന മതഗ്രന്ഥങ്ങൾ, ഇവിടെ അടിമകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല നമ്മുടെ മതഗ്രന്ഥങ്ങളിലും സ്മൃതികളിലും. മിത്രാണി സഖ്യം പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച കൃതോപകാര. അതേപോലെ നമ്മള് അബ്രഹ്മണോയെ പിതൃവംശജാത മാതുസ്തദാ വംശ ഭവാമതീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത. എനിക്ക് ദാസന്മാരുണ്ടായിരുന്നു. ആ ദാസന്മാർക്ക് പേരുണ്ടായിരുന്നു. ശിവദാസൻ, രാമദാസൻ, യേശുദാസൻ. അതിന്റെ അർത്ഥം എന്റെ കാര്യങ്ങൾ നോക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളതാണ്. സെക്രട്ടറിയാണ് ദാസൻ. അതിനകത്ത് സ്ലേവ് എന്ന വാക്കിലല്ല. ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച. സേവകന്മാരുണ്ടായിരുന്നു, ഭൃത്യന്മാരുണ്ടായിരുന്നു, ആശ്രിതന്മാരുണ്ടായിരുന്നു. അത് ഇന്നുമുണ്ട്. അച്യുതാനന്ദന് ഷൂസ് ഇട്ട് കൊടുക്കുന്നതും ഭൃത്യൻ തന്നെയാണ്. പണ്ടൊരു ശക്തൻ നാടാർക്ക് ഷൂസ് ഇട്ട് കൊടുത്തതും അവരെ പോലെയുള്ളവരെ കാറിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ആനപ്പുറത്ത് നടക്കുന്നതും ഇനിയിപ്പോ ഉണ്ടംപരിയും കട്ടൻ ചായയും കുടിച്ചവർക്ക് വേണ്ടിയിട്ടും ഇവർ തന്നെ ദാസന്മാർ തന്നെയാണ് ചെയ്യുന്നത്. സേവകന്മാർ തന്നെയാണ് അവർ കുടിച്ച ചായ കഴുകുന്നതും അവരുടെ ചെരുപ്പ് പോളിഷ് ചെയ്യുന്നതും കസേര തുടയ്ക്കുന്നതും ഫോൺ തുടയ്ക്കുന്നതൊക്കെ ദാസന്മാർ തന്നെയാണ്. അത് പണ്ട് മാത്രമൊന്നുമല്ല, ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ സ്ലേവ്, അടിമകളെ നിലനിർത്തിയ 2 മതമാണ് ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും. പൂർണ്ണമായിട്ടും അതിനെതിരെയാണ് എബ്രഹാം ലിങ്കൺ പോരാടിയത്. ആഫ്രിക്കയിൽ നിന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ആ കറുത്ത വർഗക്കാരെ ചങ്ങലക്കിട്ട് അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് വൈറ്റ് ഹൗസ് ഉൾപ്പെടെ ഉണ്ടാക്കിയത്
അവിടുത്തെ പള്ളികൾ മുഴുവനും ഉണ്ടാക്കിയത്, അവിടുത്തെ കൊട്ടാരങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് ഈ അടിമകളെ കൊണ്ടാണ്. മറക്കരുത്. അതൊക്കെ മൂടി വെച്ചിട്ടാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഇവിടെ അവർണരെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്നത്. ഇത് നിങ്ങൾ അറിയണം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. പക്ഷേ വേദവ്യാസൻ മുക്കുവസ്ത്രീയിൽ ജനിച്ച ആളാണ്. വിശ്വാമിത്രൻ ബ്രാഹ്മണനായിരുന്നില്ല. മഹീദാസ ഐതരേയൻ എന്ന മഹർഷി കൊടമുണ്ടാക്കുന്ന കൊശവന്റെ കുലത്തിൽ ജനിച്ച ആളാണ്. ഇവിടുത്തെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പറഞ്ഞു പടർത്തി പകർത്തി അതിനെ എന്തൊക്കെയോ ആക്കി മാറ്റിയതാണെന്ന് കൂടി മറക്കരുത്. സ്വാമി വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നോക്കിയിട്ടല്ല പറഞ്ഞത്. ഇതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇപ്പോഴും ബീഹാറിലും ഉത്തർപ്രദേശിലും ബംഗാളിലും ഉണ്ട്. 33 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിൽ ഇപ്പോഴും ഇതിനേക്കാളും സീരിയസ് ആയിട്ടുണ്ട്. പിന്നെ കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞത് ഈ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ജാതി വ്യവസ്ഥയുടെയും അടിസ്ഥാനത്തിൽ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. ഈ പാവങ്ങളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവരെ മതം മാറ്റുന്നത് കണ്ടിട്ടും അവര് മതപരിവർത്തനം ചെയ്യുന്നത് കണ്ടിട്ടുമാണ് ഇത് ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. ഇതിനൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഹിന്ദുവിന്റെ മനസ്സിൽ അപകർഷത ഉണ്ടാക്കല് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും യുക്തിവാദികളുടെയും ബുദ്ധിജീവികളുടെയും നിരന്തര തൊഴിലായിരുന്നു. അവനവനെ മലന്ന് കിടന്ന് തുപ്പി ആക്ഷേപിക്കല് അവർ ചെയ്തിരുന്നതാ. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷുകാർ മാത്രമല്ല, സ്വന്തം അച്ഛനും അമ്മയും പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരെങ്ങനെ ആയത്. ഇപ്പൊ സ്മൃതിയും ശ്രുതിയും, ശ്രുതി വേദമാണ്, അതിന് മാറ്റമില്ല. സ്മൃതി നിരന്തരം മാറിക്കൊണ്ടിരിക്കും. 29 സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. പിന്നീടും അത് എഴുതി ചേർത്തിട്ടുണ്ടാവാം, നമുക്കറിഞ്ഞുകൂടാ. പിന്നീടും എഴുതി ചേർക്കുന്നുണ്ടാവാം. അതൊന്നും ആത്മീയ ഗ്രന്ഥമല്ല, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഭൗതിക ഗ്രന്ഥങ്ങളാണെന്ന് കൂടി മറക്കാതിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.